Hi everyone, this is Rinsi from Groww Malayalam channel. ഇന്ന് ഞാൻ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് തരുവാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇന്ന് ഞാൻ തരുന്ന ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് ഒരു ഡെവലപ്ഡ് ഇക്കോണമിയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. സെക്കൻഡ് ഓപ്ഷൻ നിങ്ങൾക്ക് ഞാൻ തരുന്ന ഒരു ഡെവലപ്പിംഗ് ഇക്കോണമിയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏത് ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യും? ഡെവലപ്ഡ് ഇക്കോണമി നിങ്ങൾ ചൂസ് ചെയ്യോ അതൊരു ഡെവലപ്പിംഗ് ഇക്കോണമി നിങ്ങൾ ചൂസ് ചെയ്യും? ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്, ബട്ട് ആൻസർ അത്ര സിമ്പിൾ അല്ല. ജനറലി ഡെവലപ്പിംഗ് ഇക്കോണമിയാണ് റിലേറ്റീവ്ലി നല്ല റിട്ടേൺസ് തരുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയുണ്ട്. അതായത് ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് ഇതുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഹൈ ഗ്രോത്ത് എക്സ്പെക്ട് ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഒരു ഡെവലപ്ഡ് ഇക്കോണമി ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, അതിൽ അല്ലെങ്കിൽ അവിടെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഡെവലപ്ഡ് ഇക്കോണമീസ് ഒക്കെ ഓൾറെഡി ഒരു സാച്ചുറേഷൻ പോയിന്റിൽ എത്തിയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അവരുടെ ഗ്രോത്ത് റേറ്റ് ഒക്കെ പതുക്കെ സ്ലോ ഡൗൺ ആവാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ ഒരു റിലേറ്റീവ്ലി മെച്യൂർഡ് ഇക്കോണമി ആയതുകൊണ്ട് തന്നെ ഇത് റിലേറ്റീവ്ലി സേഫ് ഡെസ്റ്റിനേഷൻ ഓപ്ഷൻ തന്നെയാണ്. ഇതുപോലെയൊക്കെ തന്നെയാണ് കമ്പനിയുടെ കേസിലും വരുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. റിസ്ക്കും റിട്ടേണും തമ്മിൽ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണുള്ളത്. അതായത് റിസ്ക് കൂടിയിട്ടുണ്ടെങ്കിൽ റിട്ടേൺസും കൂടും, അതുപോലെ തന്നെ റിസ്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിട്ടേൺസും നമുക്ക് കുറവായിരിക്കും. നമ്മുടെ ലാർജ് ക്യാപ് കമ്പനീസിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സ്മോൾ ക്യാപ് കമ്പനീസിനൊക്കെ ഒരുപാട് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മളും ഇത് തന്നെയാണ് അന്വേഷിക്കുന്നത്. അതായത് ഫ്യൂച്ചറിൽ മൾട്ടി ബാഗർ റിട്ടേൺസ് തരുന്ന കമ്പനീസ് ആണ് നമ്മളും അന്വേഷിക്കാറുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് കറന്റ് മാർക്കറ്റ് പ്രൈസ് ലെസ് ദാൻ 100 ഉള്ള 5 ഹൈ ഗ്രോത്ത് സ്മോൾ ക്യാപ് സ്റ്റോക്സിനെ പറ്റിയിട്ടാണ്. നിങ്ങൾ ഇൻവെസ്റ്റേഴ്സ് ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഡീറ്റെയിൽ റിസർച്ച് ആൻഡ് അനാലിസിസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഇനി ഒരു സ്മോൾ ക്യാപ് കമ്പനീസ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് നിങ്ങൾ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ജസ്റ്റ് ഫിനാൻഷ്യൽസ് മാത്രം നോക്കിയാൽ പോരാ, ബിസിനസ് മോഡലും കോർപ്പറേറ്റ് ഗവർണൻസ് ഒക്കെ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്നത്തെ നമ്മുടെ ലിസ്റ്റിലെ സ്റ്റോക്സും എല്ലാം നമ്മുടെ സൈഡിൽ നിന്നുള്ള ഒരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല എന്നൊരു ഡിസ്ക്ലൈമറോടുകൂടെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ ലിസ്റ്റിൽ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന കമ്പനീസിന്റെ എല്ലാം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ബിറ്റ്വീൻ 100 crores to 5,000 crores ആണ്. അതുപോലെ തന്നെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ലെസ് ദാൻ 0.5 ആണ്. 3 year സെയിൽസ് ഗ്രോത്ത് CAGR വരുന്നത് മോർ ദാൻ 20% ആണ്. അതുപോലെ തന്നെ 3 year പ്രോഫിറ്റ് ഗ്രോത്ത് CAGR വരുന്നത് മോർ ദാൻ 20% ആണ്. അതുപോലെ തന്നെ 3 year ആവറേജ് റിട്ടേൺ ഓൺ ഇക്വിറ്റി വരുന്നത് മോർ ദാൻ 25% ആണ്. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്ന പ്രൈസ് എല്ലാം വരുന്നത് മാർക്കറ്റ് ക്ലോസിംഗ് ഡേറ്റ് ഓഫ് 28 June 2022 ആണ്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ അസെൻഡിങ് ഓർഡറിലായിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. അതായത് ഹൈയസ്റ്റ് 3 year സെയിൽസ് ഗ്രോത്ത് CAGR ഉള്ള കമ്പനി നമ്മൾ ലാസ്റ്റ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ കമ്പനീസ് ഏതൊക്കെയാണ് എന്ന് നോക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ബിക്കോസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഒന്നും നിങ്ങൾ മിസ് ആവാണ്ടിരിക്കാനാണ്. ഇന്നത്തെ കമ്പനീസ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ലെറ്റ്സ് ബിഗിൻ. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കമ്പനി അജന്ത സോയ ലിമിറ്റഡ്. അപ്പോൾ പലതരത്തിലുള്ള കുക്കിംഗ് ഓയിൽസ് അതുപോലെ വനസ്പതിയുടെ മാനുഫാക്ചറിംഗിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് അജന്ത സോയ ലിമിറ്റഡ് എന്നുള്ളത്. അപ്പോൾ ഇത് കൂടാതെ അവർക്ക് ബേക്കറീസിലൊക്കെ യൂസ് ചെയ്യുന്ന ഷോർട്ടനിങ് പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയും കൂടിയാണ്. ഷോർട്ടനിങ് പ്രൊഡക്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100% വെജിറ്റബിൾ ഫാറ്റ് അതുപോലെ തന്നെ ഓയിൽ നിന്നൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാറ്റ് പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ നമ്മുടെ ഈ ബിസ്ക്കറ്റ് പേസ്ട്രിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ബട്ടറിന് ഒരു നല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് ഈ ഷോർട്ടനിങ് പ്രൊഡക്ട്സ് എന്നുള്ളത്. അജന്ത സോയയുടെ 3 year സെയിൽസ് CAGR വരുന്നത് 24.64% ആണ്. അപ്പോൾ അജന്ത സോയയുടെ പ്രൊഡക്ട്സിനൊക്കെ ഒരു വൈഡ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ആണുള്ളത്. അപ്പോൾ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ലൊക്കേഷനിൽ എല്ലാം തന്നെ ഇവർക്ക് ഡിപ്പോട്ട്സ് ഉണ്ട്, ലൈക്ക് ജയ്പൂർ, നോയിഡ, ആഗ്രയിലൊക്കെ. അപ്പോൾ ഇവരുടെ പ്രൊഡക്ട്സ് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് റൂറൽ അതുപോലെ തന്നെ അർബൻ ഏരിയാസിൽ ഇവർക്ക് 500 ഡീലേഴ്സ് അതുപോലെ തന്നെ ഏജൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഇവരുടെ റെപ്യൂട്ടഡ് കസ്റ്റമേഴ്സിൽ വരുന്നവരാണ് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, പാർലെ ബിസ്ക്കറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, അതുപോലെ തന്നെ ITC ലിമിറ്റഡ്, മിസ്സിസ് ബെക്ടേഴ്സ് ഫുഡ് സ്പെഷ്യാലിറ്റീസ് ലിമിറ്റഡ്, സൂര്യ ഫുഡ് അഗ്രോ ലിമിറ്റഡ് ഒക്കെ. അപ്പോൾ ഇതുപോലെ റെപ്യൂട്ടഡ് കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് തന്നെ കമ്പനിക്ക് ഒരു കൗണ്ടർ പാർട്ടി ക്രെഡിറ്റ് റിസ്ക് കുറവാണ്. അതായത് ഇവരുടെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് ക്യാഷ് കിട്ടാതിരിക്കാനുള്ള അവസ്ഥയൊക്കെ വളരെ കുറവാണ്. അപ്പോൾ മാർക്കറ്റിൽ ഒരു ടഫ് കോമ്പറ്റീഷൻ ആണ് ഇവരുടെ ഒരു മെയിൻ ചലഞ്ച് വരുന്നത്. അതായത് മാർക്കറ്റിൽ ഒരുപാട് സ്മോൾ പ്ലേയേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ എഡിബിൾ ഓയിൽ ഇൻഡസ്ട്രിയുടെ ബ്രാൻഡഡ് സെഗ്മെന്റിലൊക്കെ വലിയ പ്ലേയേഴ്സും ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ കമ്പനിക്ക് പ്രൈസിംഗ് പവർ ഇല്ല, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് മാർജിനും ഒക്കെ ലോ ആണ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ഇൻഫ്ലേഷൻ ടൈമിൽ റോ മെറ്റീരിയൽ പ്രൈസിലുള്ള വോളറ്റിലിറ്റിയും ഫേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ മാർജിൻ അത് മോശമായിട്ട് അഫക്ട് ചെയ്തേക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ കറന്റ് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 48.3 rupees ആണ്. പി റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി ഇപ്പോൾ ₹1 ഏൺ ചെയ്യുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് അത് എത്ര രൂപ കൊടുത്ത് വാങ്ങാൻ റെഡിയാണ് എന്ന് പറഞ്ഞു തരുന്ന റേഷ്യോ ആണ് പി റേഷ്യോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ പി റേഷ്യോ വരുന്നത് 9.21 ആണ്. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ വരുന്നത് 0 ആണ്. അതായത് ഡെറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇവിടെ 5 year സെയിൽസ് CAGR വരുന്നത് അതായത് ഒരു കമ്പനി എത്ര ഫാസ്റ്റ് ആയിട്ടാണ് ഗ്രോ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ സാധിക്കും. അപ്പോൾ ഇവിടെ വരുന്നത് 13.95 ആണ്. ROE റിട്ടേൺ ഓൺ ഇക്വിറ്റി.
അപ്പോൾ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് കൊണ്ട് കമ്പനി എത്ര പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു തരുന്ന റേഷ്യോ ആണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ROE വരുന്നത് 41.67 ആണ്. 1 year റിട്ടേൺസ് വരുന്നത് 118.85 ആണ്. 5 year റിട്ടേൺസ് വരുന്നത് 40.92 ആണ്. ഇനി രണ്ട് ടെക്നിക്കൽ മെട്രിക്സ് ആണ് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. 200 DMA, ദാറ്റ് ഈസ് 200 ഡേ മൂവിംഗ് ആവറേജ്. അതായത് ഇപ്പോൾ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് 200 DMA എബോ ആണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സ്റ്റോക്ക് നമ്മൾ ബുള്ളിഷ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇനി 200 DMA ബിലോ ആണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ആ സ്റ്റോക്ക് ബെറിഷ് ആണെന്ന് നമ്മൾ പറയും. ഇനി RSIയുടെ ടേംസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ RSI വാല്യൂ ബിലോ 30 ജനറലി ഓവർസോൾഡ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടാവും, അതായത് ഡൗൺവേർഡ് ട്രെൻഡ് അപ് ട്രെൻഡിലേക്ക് ലീഡ് ചെയ്യും. അതുപോലെ തന്നെ ഇനി RSI വാല്യൂ എബോ 70 ജനറലി ഓവർബോട്ട് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടാവും. സെക്കൻഡ് കമ്പനി ദോലത്ത് അൽഗോടെക് ലിമിറ്റഡ്. ദോലത്ത് അൽഗോടെക് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് കം ക്ലിയറിംഗ് മെമ്പർ ഓഫ് NSE ഇന്ത്യ ആണ്. അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് ബ്രോക്കിംഗ്, അതുപോലെ തന്നെ ട്രേഡിംഗിലേക്കുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ അൽഗോ ട്രേഡിംഗ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കമ്പനി ബിസിനസ് ചെയ്യുന്നത്. അതായത് ഹ്യൂമൻ ഇന്റർവെൻഷൻ ഇല്ലാതെ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടാണ്. എന്നിട്ട് അതിൽ നിന്ന് ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യും. അപ്പോൾ ദോലത്ത് അൽഗോടെക് ലിമിറ്റഡിന്റെ 3 year സെയിൽസ് CAGR വരുന്നത് 26.03% ആണ്. അപ്പം ഇവരുടെ ഒരു മെയിൻ സ്ട്രെങ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ പ്രൊമോട്ടേഴ്സിന് നിയർലി 40 years ഓഫ് എക്സ്പീരിയൻസ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ ദോലത്ത് അൽഗോടെക്കിന് ഒരുപാട് സക്സസ്ഫുൾ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്. മാത്രമല്ല അത് യൂസ് ചെയ്തിട്ട് എങ്ങനെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം എന്നുള്ളതും അവർക്കറിയാം. അപ്പം അവർ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അവരുടെ നമ്പേഴ്സിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ട്. ഇനി ഇവർ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ ചലഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രേഡിംഗ് സ്ട്രാറ്റജി ഇവർ കൺസിസ്റ്റന്റ്ലി ഇന്നോവേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻക്രീസിംഗ് ത്രെറ്റ് ഒക്കെ കാരണം കമ്പനി അണ്ടർ ത്രെറ്റിലും കൂടിയാണ് ഉള്ളത്. അപ്പോൾ ട്രേഡിംഗ് ബിസിനസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസ്ക് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ കമ്പനിയുടെ കൺട്രോൾ ഇല്ലാത്ത ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, ലൈക്ക് മാർക്കറ്റ് വോളറ്റിലിറ്റി, മാക്രോ ഇക്കണോമിക് കണ്ടീഷൻസ് ഒക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കമ്പനിയുടെ അൽഗോരിതം വർക്ക് ചെയ്യണമെന്നില്ല. അതുപോലെ തന്നെ കമ്പനി ലോസ് ഫേസ് ചെയ്തേക്കാം. അപ്പോൾ ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 65.55 റുപ്പീസ് ആണ്. പി റേഷ്യോ വരുന്നത് 6.91 ആണ്. ഡെറ്റ് ടു ഇക്വിറ്റി വരുന്നത് 0.33 ആണ്. 5 year സെയിൽസ് CAGR വരുന്നത് 22.94 ആണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി ROE വരുന്നത് 37.57 ആണ്. 1 year റിട്ടേൺ വരുന്നത് -9.11 ആണ്. 5 year റിട്ടേൺസ് വരുന്നത് 98.44 ആണ്. ഈ 200 DMA വരുന്നത് 81.46 ആണ്. അതുപോലെ തന്നെ RSI 14 വരുന്നത് 36.9 ആണ്. ഇന്നത്തെ നമ്മുടെ തേർഡ് കമ്പനി സ്കാൻഡഡ് ഇമേജിംഗ് ലിമിറ്റഡ് ആണ്. ഇപ്പോൾ ഡെന്റൽ അതുപോലെ തന്നെ ENTക്ക് സ്കാനിങ് ആൻഡ് ഇമേജിംഗ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹെൽത്ത് കെയർ കമ്പനിയാണ് സ്കാൻഡഡ് ഇമേജിംഗ് ലിമിറ്റഡ് എന്നുള്ളത്. അപ്പം ഈ ഒരു കമ്പനിക്ക് 2 ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പോൾ ഈ 2 ഹോസ്പിറ്റൽസും ജനറൽ സർജറി, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് സർജറി, അതുപോലെ തന്നെ ഗൈനക്കോളജി, കാർഡിയോളജി, യൂറോളജി, ഓർത്തോപെഡിക്സ്, അതുപോലെ തന്നെ ENT ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കാൻഡഡ് ഇമേജിംഗ് ലിമിറ്റഡിന്റെ 3 year സെയിൽസ് CAGR 43.66% ആണ്. അപ്പം ഇംപ്രൂവിംഗ് പ്രോഫിറ്റബിലിറ്റി അതുപോലെ തന്നെ ഇൻക്രീസിംഗ് റവന്യൂ ആണ് ഈ ഒരു കമ്പനിയുടെ പോസിറ്റീവ് ഫാക്ടർ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ഒരു ഹെൽത്ത് കെയർ അവയർനെസ്, അതുപോലെ തന്നെ ഇന്ത്യയിലെ COVID-19 കൊണ്ടൊക്കെ തന്നെ കമ്പനിയുടെ ഈ ഒരു അപ്വേർഡ് ട്രെൻഡ് അത് മുന്നോട്ടേക്കും കണ്ടിന്യൂ ചെയ്യും എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി ഈ ഒരു കമ്പനിയുടെ മെയിൻ വീക്ക്നെസ് എന്ന് വെച്ചാൽ ഹൈ ഡെറ്റേഴ്സ് ഡേ ആണ്. അപ്പം ഡെറ്റേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് കമ്പനിക്ക് പേയ്മെന്റ് കിട്ടാൻ എടുക്കുന്ന ഒരു ആവറേജ് നമ്പർ ഓഫ് ഡേയ്സിനാണ് നമ്മൾ ഡെറ്റേഴ്സ് ഡേ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കമ്പനിക്ക് ഹൈ ഡെറ്റേഴ്സ് ഡേ ആണ് ഉള്ളത്. അതുപോലെ തന്നെ ഡേ ബൈ ഡേ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഡെറ്റേഴ്സ് ഇൻക്രീസ് ആവുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് ഇവരുടെ ക്യാഷ് ഫ്ലോനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ ക്യാഷ് കുറയുമ്പോൾ കമ്പനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നഷ്ടമാവാനും അതുപോലെ തന്നെ മുന്നോട്ടേക്കുള്ള ഗ്രോത്തിന് അത് അഫക്ട് ചെയ്യാനും കാരണമാകും. ഇനി ഇവർക്കുള്ള ഒരു മെയിൻ ത്രെറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോർട്ടിലെ ഓൺഗോയിങ് ലിറ്റിഗേഷൻ ആണ്. അപ്പോൾ ഇതുവരെ ഫിനാൻഷ്യലി അതുപോലെ തന്നെ ബ്രാൻഡ് വൈസ് മോശമായിട്ട് അഫക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 45.70 റുപ്പീസ് ആണ്. പി റേഷ്യോ വരുന്നത് 28.21 ആണ്. ഡെറ്റ് ടു ഇക്വിറ്റി വരുന്നത് 0.30 ആണ്. 5 year സെയിൽസ് CAGR വരുന്നത് 87.82 ആണ്. ROE റിട്ടേൺ ഓൺ ഇക്വിറ്റി വരുന്നത് 44.62 ആണ്. 1 year റിട്ടേൺ വരുന്നത് 141.16 ആണ്. 5 year റിട്ടേൺസ് വരുന്നത് 19.25 ആണ്. 200 DMA വരുന്നത് 22.59 ആണ്. അതുപോലെ തന്നെ RSI 14 വരുന്നത് 91.4 ആണ്. ഫോർത്ത് കമ്പനി ബനാസ് ഫിനാൻസ് ലിമിറ്റഡ്. അപ്പോൾ പർച്ചേസിംഗ്, ലീസിംഗ്, ഫാക്ടറിംഗ് അതുപോലെ തന്നെ ഫിനാൻസിംഗ് ബിസിനസ്സിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള നോൺ ബാങ്കിങ് ഫിനാൻസിംഗ് കമ്പനിയാണ്. അപ്പോൾ ഇത് കൂടാതെ ഇവർക്ക് ഷെയർ ട്രേഡിംഗ്, ഇൻവെസ്റ്റ്മെന്റ്, കൺസൾട്ടൻസി അതുപോലെ തന്നെ റിയൽറ്റി ബിസിനസ്സിൽ പ്രസൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ 3 year സെയിൽസ് CAGR വരുന്നത് 91.80% ആണ്. അപ്പോൾ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനി നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചേക്കുന്നത്. അതുപോലെ തന്നെ കമ്പനി ഓൾമോസ്റ്റ് ഡെറ്റ് ഫ്രീയും കൂടിയാണ്. അപ്പോൾ കമ്പനിയുടെ റീസെന്റ് സെയിൽസ്, പ്രോഫിറ്റ് ഗ്രോത്ത് അതുപോലെ തന്നെ ലോ ലിവറേജ് കാണിക്കുന്നത് കമ്പനി നല്ല രീതിയിൽ
രീതിയിൽ ഗ്രോ ചെയ്യുന്നുണ്ടെന്നാണ്. അതുപോലെ തന്നെ മുന്നോട്ടേക്കും ഇത് കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെയാണ്. അപ്പം ഇവരുടെ ലോൺ ബുക്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു സ്ട്രെസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇൻഫ്രാസ്ട്രക്ചർ അതുപോലെ റിയൽ എസ്റ്റേറ്റ് ലെൻഡിംഗ് സ്പേസിൽ നോൺ പെർഫോമിംഗ് അസറ്റ് ഇൻക്രീസ് ആയേക്കാം. അത് കമ്പനിക്ക് ഒരു റിസ്ക് തന്നെയാണ്. അപ്പൊ ഇത് കൂടാതെ ത്രൂ ഔട്ട് നമ്മൾ ആ ഒരു കമ്പനിയുടെ ഹിസ്റ്ററി എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കംപ്ലയൻസ് ഇഷ്യൂസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരുടെ കോർപ്പറേറ്റ് ഗവർണൻസ് ക്ലോസ്ലി നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പൊ കറന്റ് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 28.10 rupees ആണ്. പി റേഷ്യോ വരുന്നത് 2.04 ആണ്. ഡെറ്റ് ടു ഇക്വിറ്റി വരുന്നത് 0.04 ആണ്. 5 year സെയിൽസ് CAGR വരുന്നത് 59.28 ആണ്. ROE വരുന്നത് 54.58 ആണ്. 1 year റിട്ടേൺസ് വരുന്നത് 363.70 ആണ്. 5 year റിട്ടേൺസ് വരുന്നത് 39.08 ആണ്. ഇനി 200 DMA വരുന്നത് 35.21 ആണ്. അതുപോലെ തന്നെ RSI 14 വരുന്നത് 41.1 ആണ്. ഇനി നമ്മുടെ ഫിഫ്ത്ത് കമ്പനി വരുന്നത് ആഡ് ഷോപ്പ് റീറ്റെയിൽസ് ലിമിറ്റഡ് ആണ്. അപ്പൊ ഹെർബൽ, ആയുർവേദിക് അതുപോലെ അഗ്രോ കമ്മോഡിറ്റീസിന്റെ പ്രൊഡക്ഷൻ ഇൻവോൾവ് ആയിരിക്കുന്ന ഒരു റീറ്റെയിൽ എമർജിംഗ് ഹെൽത്ത് കെയർ സർവീസ് ആണ് ആഡ് ഷോപ്പ് റീറ്റെയിൽ ലിമിറ്റഡ് എന്നുള്ളത്. അപ്പൊ ആഡ് ഷോപ്പ് റീറ്റെയിലിന്റെ 3 year സെയിൽസ് CAGR വരുന്നത് 92.30% ആണ്. അപ്പൊ കമ്പനിയുടെ റവന്യൂ അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റിക്ക് ഒരു സ്ട്രോങ് ഗ്രോത്ത് ആണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ മാർജിൻസും നല്ലൊരു ഇംപ്രൂവ്മെന്റ് ആണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ഫിനാൻഷ്യൽ 2022 കമ്പനി ഡീസന്റ് ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. എക്സ്പെക്ട് നമ്മുടെ ഇപ്പോഴത്തെ ഒരു മോശം മാക്രോ ഇക്കണോമിക് കണ്ടീഷൻ ഒഴിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോഴത്തെ ഒരു ഹൈ റോ മെറ്റീരിയൽ പ്രൈസ് അതുപോലെ തന്നെ ഹയർ എനർജി കോസ്റ്റ് ഒക്കെ, ഇവരുടെ സ്ട്രോങ് കോസ്റ്റ് കൺട്രോൾ അതുപോലെ തന്നെ ഹയർ പ്രൈസ് കൊണ്ടൊക്കെ തന്നെയാണ് ഇവരുടെ മാർജിൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചത്. അതുപോലെ തന്നെ ഇത് കൂടാതെ ആൾക്കാരുടെ ഇടയിൽ ഇപ്പോൾ ഹെൽത്ത് അവയർനെസ് കൂടുന്നതും അതുപോലെ തന്നെ ഓർഗാനിക് പ്രൊഡക്ട്സിന്റെ ഡിമാൻഡ് കൂടുന്നതും ഒക്കെ കമ്പനിക്ക് നല്ലൊരു പോസിറ്റീവ് സപ്പോർട്ടാണ്. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഹൈ ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ്, പേറ്റന്റ് ഇഷ്യൂസ് അതുപോലെ തന്നെ ലോ പ്രോഫിറ്റ് മാർജിൻ ഒക്കെ ചലഞ്ചസ് ആണ്. അപ്പോൾ കമ്പനിക്ക് ഇപ്പോൾ എക്സ്പോർട്ട് ഓറിയന്റഡ് ആയാൽ മാത്രമേ കമ്പനിക്ക് പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷേ ഇവരുടെ പ്രൊഡക്റ്റ് വേരിയബിലിറ്റി കൊണ്ടും അതുപോലെ തന്നെ ഫോറിൻ കൺട്രീസ് ആയിട്ടുള്ള ഇവർ പുവർ ടൈപ്പ് കാരണം ഇവർക്ക് എക്സ്പോർട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പൊ കറന്റ് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 91.35 rupees ആണ്. പി റേഷ്യോ വരുന്നത് 9.21 ആണ്. ഡെറ്റ് ടു ഇക്വിറ്റി വരുന്നത് 0.08 ആണ്. 5 year സെയിൽസ് CAGR വരുന്നത് 103.72 ആണ്. ROE വരുന്നത് 63.96 ആണ്. 1 year റിട്ടേൺസ് വരുന്നത് 118.28 ആണ്. 5 year റിട്ടേൺസ് നില്ലാണ്. അതായത് ബിക്കോസ് ഈ ഒരു കമ്പനി ലിസ്റ്റഡ് ആയിട്ട് 5 years കംപ്ലീറ്റഡ് ആയിട്ടില്ല. ഇനി 200 DMA വരുന്നത് 98.43 ആണ്. അതുപോലെ തന്നെ RSI 14 വരുന്നത് 44.9 ആണ്. ഇതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച 5 കമ്പനീസ്. അതായത് കറന്റ് 100 rupees ബിലോയിലുള്ള 5 ഹൈ ഗ്രോത്ത് സ്മോൾ ക്യാപ് കമ്പനീസ്. അപ്പോൾ നമ്മൾ ഒന്നും കൂടി നമ്മൾ റിമൈൻഡ് ചെയ്യുവാണ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷൻ പർപ്പസിനാണ് നമ്മൾ കവർ ചെയ്തേക്കുന്നത്. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിന്റെ കോണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് ഇതുപോലെയുള്ള മാർക്കറ്റ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.